നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ കുറ്റപ്പെടുത്തി മുൻ പാക് ക്രിക്കറ്റ് താരം ഡാനിഷ് കനേരിയ. ആക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ലെങ്കിൽ എന്തുകൊണ്ടാണ് പാക് പ്രധാനമന്ത്രി സംഭവത്തെ അപലപിക്കാത്തതെന്ന് കനേരിയ ചോദിച്ചു. പ്രധാനമന്ത്രിയുടെ നിശബ്ദത സത്യത്തിന്റെ പ്രതിഫലനത്തിന് തുല്യമാണെന്ന് പറഞ്ഞ കനേരിയ ഷെരീഫിന്റെ സർക്കാർ ഭീകരർക്ക് അഭയം നൽകുകയും വളർത്തുകയും ചെയ്യുകയാണെന്ന് കുറ്റപ്പെടുത്തി. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ പങ്കില്ലെങ്കിൽ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇതുവരെ അതിനെ അപലപിക്കാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ സൈന്യം പെട്ടെന്ന് അതീവ ജാഗ്രതയിലായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് സത്യം അറിയാം. നിങ്ങൾ തീവ്രവാദികൾക്ക് അഭയം നൽകുകയും വളർത്തുകയും ചെയ്യുന്നു. നിങ്ങളെ ഓർത്ത് നാണക്കേട് തോന്നുന്നുവെന്നും കനേരിയ എക്സിൽ കുറിച്ചു. അതേസമയം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വേദന പങ്കുവച്ച് മുൻ പാക് താരം മുഹമ്മദ് ഹഫീസും രംഗത്ത് വന്നു. കശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 26 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ വ്യാപക വിമർശനം ഉയരുന്നതിനിടയിലാണ് പാക് ക്രിക്കറ്റ് താരങ്ങൾ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നത്. മുൻപും തുറന്നു പറച്ചിലുകളിലൂടെ കനേരിയ വിവാദ നായകനായിട്ടുണ്ട്. പാകിസ്ഥാനിൽ വലിയ വിവേചനം നേരിടേണ്ടി വന്നതായും തന്റെ കരിയർ നശിപ്പിക്കപ്പെട്ടുവെന്നും കനേരിയ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് പാകിസ്ഥാനിലുണ്ടായിരുന്ന പെരുമാറ്റം എന്ന അനുഭവം പങ്കുവെക്കാനാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. ഞങ്ങൾ വിവേചനം നേരിട്ടു, ഇന്ന് ഞങ്ങൾ അതിനെതിരെ ശബ്ദമുയർത്തിയെന്നാണ് കനേരിയ അന്ന് പറഞ്ഞത്. എനിക്ക് വിവേചനം നേരിട്ടിട്ടുണ്ട്, എൻ്റെ കരിയറിനെ നശിപ്പിച്ചു. പാകിസ്ഥാനിൽ എനിക്ക് അർഹമായ ബഹുമാനവും തുല്യ മൂല്യവും ലഭിച്ചില്ല. ഈ വിവേചനം കാരണം ഞാൻ ഇന്ന് US-ലാണെന്നും കനേരിയ കൂട്ടിച്ചേർത്തിരുന്നു. കളിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഷാഹിദ് അഫ്രീദി പലതവണ മതം മാറാൻ പറഞ്ഞിരുന്നതായി ഡാനിഷ് കനേരിയ വെളിപ്പെടുത്തിയിരുന്നു. തന്നെ പിന്തുണച്ച ഒരേയൊരു ക്യാപ്റ്റൻ ഇൻസമാം ഉൾ ഹക്കാണെന്നും കനേരിയ നേരത്തെ പറഞ്ഞിരുന്നു. കരിയറിൽ ഞാൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചു, കൗണ്ടി ക്രിക്കറ്റും കളിച്ചു. ഇൻസമാം ഉൾ ഹക്ക് എന്നെ വളരെയധികം പിന്തുണച്ചു. അങ്ങനെ ചെയ്ത ഒരേയൊരു ക്യാപ്റ്റൻ അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഷോയിബ് അക്തറും ഉണ്ടായിരുന്നു. ഷാഹിദ് അഫ്രീദിയും മറ്റ് നിരവധി പാകിസ്ഥാൻ കളിക്കാരും എന്നെ വളരെയധികം ശല്യപ്പെടുത്തി. എന്നോടൊപ്പം ഭക്ഷണം കഴിച്ചില്ല എന്നും കനേരിയ പറഞ്ഞു. അതേസമയം കരയാക്രമണത്തിൽ ഇന്ത്യ തെളിവ് നൽകണമെന്നും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ തീരുമാനങ്ങൾ അപക്വമാണെന്നും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ പറഞ്ഞു. സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിനെ വിമർശിച്ച ദർ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് നിഷേധിക്കുകയും ചെയ്തു. പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ബന്ധത്തിന് ഇന്ത്യ ഒരു തെളിവ് നൽകിയിട്ടില്ലെന്ന് ദർ പാകിസ്ഥാന്റെ ജിയോ ന്യൂസിനോട് പറഞ്ഞു. ഇന്ത്യയുടെ നടപടികളിൽ ഗൗരവമില്ലെന്നും ഇഷാഖ് ദർ കൂട്ടിച്ചേർത്തു. മുംബൈ ഭീകരാക്രമണത്തിൽ പിടിയിലായ അജ്മൽ കസമിനെ പോലും അറിയില്ലെന്ന് പറഞ്ഞവരാണ് പാകിസ്ഥാൻ. പാക് പൗരനല്ല ഇയാളെന്ന് പോലും പറഞ്ഞു. തെളിവുകൾ നേരത്തെയാണ് ഇതെല്ലാം ഇന്ത്യ വിശദീകരിച്ചത്. കസബിന്റെ വീട് അഡ്രസ്സ് പോലും ഇന്ത്യ കണ്ടെത്തിയിരുന്നു. ആ പാകിസ്ഥാനാണ് വീണ്ടും തെളിവ് ചോദിക്കുന്നതെന്നതാണ് വസ്തുത. പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ ഇന്ത്യ വിരുദ്ധ പ്രസംഗമടക്കം ചർച്ചകളിലുണ്ട്. ഇന്ത്യയെ തകർക്കാനുള്ള പ്രകോപനമായിരുന്നു ആ പ്രസംഗം. ഈ സാഹചര്യത്തിലാണ് അതിവേഗ നടപടികളിലേക്ക് ഇന്ത്യ കടന്നത്. തീവ്രവാദികളുടെ ചിത്രമടക്കം പുറത്തുവിട്ടു. അതിനുശേഷവും പാകിസ്ഥാൻ പിടിച്ചു നിൽക്കാൻ വേണ്ടി പ്രതികരണം നടത്തുകയാണ്. ഇന്ത്യൻ അതിർത്തിയിൽ മിസൈൽ പരീക്ഷണത്തിനും പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നുവെന്ന സൂചനകളുണ്ട്. ഈ സാഹചര്യത്തിൽ അതിർത്തിയിൽ ഏത് സാഹചര്യം നേരിടാൻ ഇന്ത്യ സർവ്വസജ്ജമാണ്. മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കുള്ള തഹാവൂറാണ് ഇപ്പോൾ ഇന്ത്യൻ കസ്റ്റഡിയിലുണ്ട്. അതും പാകിസ്ഥാന്റെ തീവ്രവാദ ബന്ധത്തിനുള്ള തെളിവാണ്. ഇറാനെ ചോദ്യം ചെയ്ത അമേരിക്കയ്ക്കും എല്ലാം അറിയാം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിന്ധു നദീജല കരാർ റദ്ദാക്കാനും വാഗ അട്ടാരി അതിർത്തി അടയ്ക്കാനും ഇന്ത്യ തീരുമാനിച്ചിരുന്നു. ബുധനാഴ്ച വൈകുന്നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാകാര്യ ക്യാബിനറ്റ് യോഗത്തിലാണ് കടുത്ത തീരുമാനങ്ങൾ കൈക്കൊണ്ടത്.